വയനാടും ചേലക്കരയും വിധിയെഴുത്ത് തുടരുകയാണ്. ആദ്യ മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. വയനാട് മണ്ഡലത്തിലെ പല പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര തന്നെയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. റിയാസ് KMR ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. റിയാസ്, ഈ വോട്ടെടുപ്പ് ആരംഭിച്ച് ഇപ്പോൾ ഇതാ 2 മണിക്കൂറും പിന്നിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എങ്ങനെയാണ് നിലവിലെ ഒരു പുരോഗതി? ഭദ്ര, വോട്ടെടുപ്പ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വോട്ടെടുപ്പ് ഏകദേശം 3-ാം മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ കനത്ത ചൂട് കനത്തു വരുന്നു. രാവിലെയെല്ലാം തന്നെ വലിയ നിര പ്രത്യക്ഷപ്പെട്ടിരുന്നു പോളിംഗ് ബൂത്തുകൾക്ക് മുൻപിൽ. ഇപ്പോൾ പതിയെ ആളുകൾ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചവരെയൊക്കെ ആളുകളുടെ ഒരു വരവ് ഗണ്യമായി കുറയുന്ന ഒരു കാഴ്ച നമ്മൾ പതിവ് പോലെ തന്നെ തെരഞ്ഞെടുപ്പുകളിൽ കാണുന്നതാണ്. എങ്കിൽ കൂടിയും ഭേദപ്പെട്ട ഒരു പോളിംഗ് തന്നെയാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് വയനാട് മണ്ഡലത്തിലെ ആകെ കണക്കുകൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുമ്പോൾ ഇപ്പോൾ 8% പോളിംഗ് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ തന്നെ തിരുവമ്പാടി മണ്ഡലത്തിൽ 13.81% പോളിംഗ് എന്നുള്ളതാണ്. തിരുവമ്പാടി മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ നിലവിലെ സാഹചര്യത്തിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ജനങ്ങൾ വലിയൊരു പ്രതീക്ഷയോടുകൂടി വോട്ട് ചെയ്യാനെത്തുന്നു. അതേസമയം തന്നെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചതാണ് എന്ന് ഈ LDFും NDAയും എല്ലാം തന്നെ വിലയിരുത്തുന്നുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് 16 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതിൽ ഒരാൾക്ക് മാത്രമാണ് വയനാട്ടിൽ വോട്ടുള്ളത്. അത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജനാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥി രാജനാണ് വോട്ടുള്ളത്. മറ്റ് സ്ഥാനാർത്ഥികളിൽ ഒരു കൗതുകം ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഇവിടെ 16 സ്ഥാനാർത്ഥികളാണുള്ളത്. ആ 16 സ്ഥാനാർത്ഥികളിൽ 11 പേരും കേരളത്തിന് പുറത്തു നിന്നുള്ള ആളുകളാണ് എന്നുള്ളതാണ്. നമുക്ക് സമയപരിമിതി ഉണ്ടെങ്കിൽ, സമയം ലഭിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ആ 16-ലെ ആ 11 പേരുടെയും പേരുകൾ ഞാൻ കൃത്യമായി പറഞ്ഞു തരാം. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തൊട്ട് അപ്പുറത്തെ ബൂത്തിലെല്ലാം തന്നെ വലിയൊരു നിര കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ സ്ഥാനാർത്ഥികളിലേക്ക് വരികയാണ്. ഈ പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥികളെ നമുക്ക് പരിശോധിക്കാം. മലയാളികളായ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് 5 പേർ മാത്രമാണ്. അത് ഒന്ന് സത്യൻ മൊഗീരിയാണ്, LDF സ്ഥാനാർത്ഥി. പിന്നെ മറ്റൊന്ന് NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസാണ് മലയാളി. മറ്റൊരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് മലയാളിയായിട്ടുള്ളത് നേരത്തെ പറഞ്ഞ കൽപ്പറ്റയിൽ വോട്ടുള്ള വയനാട്ടുകാരനായ രാജനാണ് മറ്റൊരു മലയാളി എന്ന് പറയുന്നത്. പിന്നൊന്ന് കരൂരുള്ള വോണാടുള്ള പുളിക്കൽ സന്തോഷ് പുളിക്കൽ എന്ന് പറയുന്നയാളാണ്. മറ്റ് 11 സ്ഥാനാർത്ഥികളും പുറത്തുനിന്നുള്ള ആളാണ്. അതിൽ തന്നെ ഡൽഹിയിൽ നിന്നുള്ള പ്രിയങ്ക ഗാന്ധി വരുന്നു. മറ്റൊരു ഗാന്ധി കൂടിയുണ്ട്, ഗോപാൽ സ്വരൂപ് ഗാന്ധി. അദ്ദേഹം ഉത്തർപ്രദേശിൽ നിന്നാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. ജയേന്ദ്ര K റാത്തോഡ് എന്ന് പറഞ്ഞ് ഗുജറാത്തിൽ നിന്നുള്ള ഒരാളുണ്ട്. ഷെയ്ഖ് ജലീൽ എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ആളുണ്ട്. ദുഗ്ഗിശാല നാഗേശ്വര റാവു എന്ന് പറഞ്ഞ് ഹൈദരാബാദിൽ നിന്നുള്ള ഒരാൾ മത്സരിക്കുന്നു. മറ്റൊന്ന് ചെന്നൈയിൽ നിന്നുള്ള സീത ഇവിടെ വന്ന് മത്സരിക്കുന്നുണ്ട്. അതിൽ തന്നെ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു മലയാളി അജിത് കുമാറുണ്ട്. മറ്റൊന്ന് ഇസ്മായിൽ സബിയുള്ള എന്ന് പറയുന്നത് കർണാടകയിൽ നിന്നുള്ള ആളാണ്, ഒരു സ്ഥാനാർത്ഥി, സ്വതന്ത്ര സ്ഥാനാർത്ഥി. നൂർ മുഹമ്മദ് ഉണ്ട് കോയമ്പത്തൂരിൽ നിന്നുള്ളത്. ഡോക്ടർ K പത്മരാജൻ സേലത്ത് നിന്നാണ് അദ്ദേഹം മത്സരിക്കുന്നത്. മറ്റൊന്ന് കർണാടകയിൽ നിന്നുള്ള രുക്മിണിയുണ്ട്. മറ്റൊന്ന് ഉത്തർപ്രദേശിലെ ഘാസിപ്പൂരിൽ നിന്നുള്ള സോനി സിംഗ് യാദവ് തുടങ്ങിയവരാണ് ഇത്തരത്തിലുള്ള വരുന്നത് എന്നൊരു കൗതുകമുണ്ട്. അങ്ങനെ 11 സ്ഥാനാർത്ഥികൾ കേരളത്തിന് പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥികൾ ഇവിടെ വയനാട്ടിൽ മത്സരിക്കുന്നു. അതിൽ തന്നെ മുന്നണി സ്ഥാനാർത്ഥികളായി UDFന്റെ പ്രിയങ്ക ഗാന്ധിയും LDFന്റെ സത്യൻ മൊഗേരിയും NDAയുടെ നവ്യ ഹരിദാസും മത്സരിക്കുകയാണ്. എന്തായാലും ഇത്തവണത്തെ ഈ ഒരു പോരാട്ടം നിലവിൽ ഭേദപ്പെട്ട പോളിംഗ് ആണ്. ഇനിയിപ്പോൾ ചൂടൊക്കെ കനക്കുമ്പോൾ എത്രമാത്രം പോളിംഗ് ശതമാനം ഉണ്ടാകും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഭദ്ര. റിയാസ് KMR, MS ബനേഷാണ് ഇപ്പോൾ തുടരുന്നത്. ഈ പറയുന്ന ഇതര സംസ്ഥാന സ്ഥാനാർത്ഥികളൊക്കെ സ്വതന്ത്രർ എന്നുള്ള നിലയ്ക്ക് പ്രിയങ്ക ഗാന്ധി അവിടെ ഉള്ള സ്ഥിതിക്ക് ഒരു ദേശീയ ശ്രദ്ധ കിട്ടുമെന്നുള്ള താല്പര്യത്തോടു കൂടിയാണ് അവർ സ്ഥാനാർത്ഥികളായിട്ട് മാറിയത്. പക്ഷേ ഈ ദിവസം അവർ അവിടെ ഉണ്ടോ? അവിടെ അവരുടെ സാന്നിധ്യമുണ്ടോ?
ഈ ദിവസം ആകെ സാന്നിധ്യമുള്ള സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് ഒന്ന് ഈ UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയാണ് മണ്ഡലത്തിലുള്ളത്, മറ്റൊന്ന് സത്യൻ മൊഗേരിയാണ് LDF സ്ഥാനാർത്ഥി, മറ്റൊന്ന് NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസാണ്. പിന്നീട് ഈ കൽപ്പറ്റയിൽ നിന്നുള്ള വോട്ടറായിട്ടുള്ള മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളിലെ ഏക വോട്ടറായിട്ടുള്ള R രാജൻ എന്ന് പറയുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം മത്സരിക്കുന്ന ഡിഷ് ആന്റിന ചിഹ്നത്തിലുമാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ മറ്റ് സ്ഥാനാർത്ഥികളൊന്നും തന്നെ മണ്ഡലത്തിലില്ല എന്ന് പറയേണ്ടി വരും. പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥി, അതായത് കേരളത്തിന് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികളിൽ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം മാത്രമാണ് ഇപ്പോൾ മണ്ഡലത്തിലുള്ളത്. അവർ തന്നെ ഒരു 2 ബൂത്തുകളിൽ ഇന്ന് പ്രിയങ്ക ഗാന്ധി ഒരു സന്ദർശനം നടത്തും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അത് ഏത് ബൂത്തുകൾ എന്നുള്ളത് പ്രഖ്യാപിച്ചിട്ടില്ല. അത് ഒരുപക്ഷെ വയനാട് ജില്ലയിലെയോ അല്ലെങ്കിൽ വയനാടിന് പുറത്ത് തിരുവമ്പാടിയോ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽപ്പെട്ട ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ ഈ നിയോജക മണ്ഡലങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ബൂത്തായിരിക്കാം എന്നുള്ളതാണ്. ഇപ്പോഴും ആളുകളുടെ ഒരു നിര ഇവിടെ നമുക്ക് പോളിംഗ് ബൂത്തുകൾക്ക് മുൻപിൽ കാണാൻ കഴിയുന്നുണ്ട്. ആളുകൾ എത്തുന്നതിൽ ഒരു മന്ദഗതി ഈ ഒരു അല്പം മുൻപുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് മാറുന്നു. ആളുകൾ കൂടുതലായി വീണ്ടും എത്തുന്നു. വെയിലിനെ ആളുകൾക്ക് വകവയ്ക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. കഴിഞ്ഞ 2024 ലോക്സഭാ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലുണ്ടായിരുന്ന പോളിംഗ് ശതമാനത്തെക്കാൾ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ പോളിംഗ് ശതമാനമുണ്ട് എന്നുള്ളത് ഭേദപ്പെട്ട ഒരു പോളിംഗ് തന്നെയാണ് MS സൂചിപ്പിക്കുന്നത്. റിയാസ് KM രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടാണോ റിപ്പോർട്ടിംഗ് ആരംഭിച്ചത്? രാവിലെ കഴിച്ചിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ചെറിയൊരു ഇടവേള കിട്ടിയ സമയത്ത് നമ്മൾ ഈ ഭക്ഷണം കഴിച്ചു. ഇവിടെ തന്നെ 3 മുന്നണി, ആ ഭക്ഷണം കഴിച്ച ഒരു ഇടത്തിനൊരു പ്രത്യേകത എന്നുള്ളത് 3 മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ നിലനിൽക്കുന്നതിനിടയിലുള്ള ഒരു ഹോട്ടൽ. ആ ഹോട്ടലിൽ നിന്ന് കഴിച്ചത് കട്ടൻ ചായയും പരിപ്പോടയുമാണോ? സ്വാഭാവികമായും അല്ല, അവിടെ ഇന്ന് പ്രധാനമായും ദോശയും പൊറോട്ടയും ആണുള്ളത്. വൈകുന്നേരം വരെ പിടിച്ചത് പരിപ്പോടയും കഴിക്കാതെ ഇന്ന് രാഷ്ട്രീയ റിപ്പോർട്ടിംഗ്, തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗ് നടത്തുന്ന ആരുടെയും റിപ്പോർട്ടിംഗ് ശരിയാവുകയില്ല എന്ന് മാത്രമല്ല, ഇന്നത്തെ രാഷ്ട്രീയ പ്രഭാതമായി മാറിയിരിക്കുന്നു. ഇന്നത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എത്തുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് വീട്ടിലാകട്ടെ ഹോട്ടലുകളിലാവട്ടെ ഒരു കട്ടൻ ചായയും പരിപ്പോടയും കഴിച്ചിട്ട് എത്ര നാളുകളായി. എന്തൊരു വലിയ ഗൃഹാതുരത്വമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിട്ട്. ഏറ്റവും വലിയ ഗൃഹാതുരത്വമാണ് കട്ടൻ ചായയും പരിപ്പോടയും. ആ കട്ടൻ ചായയും പരിപ്പോടയും എന്ന് പറയുന്നത് കേരളത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഒപ്പം തന്നെ നിൽക്കുന്ന രുചിയുടെയും അഭിരുചിയുടെയും കൂടി ചരിത്രമാണ്. ആ ചരിത്രം ഇന്ന് EP ജയരാജനിലൂടെ ഒരു രാഷ്ട്രീയ ബോംബ് എന്നുള്ള നിലയ്ക്ക് പോളിംഗ് വേദികളിലേക്ക് വോട്ട് ചെയ്യാൻ വരുന്നവരുടെ മനസ്സുകളിലേക്ക് എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും കേരളത്തിൽ പുസ്തകങ്ങൾ വായിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഒരു ന്യൂനപക്ഷമാണ് പുസ്തകങ്ങൾ വായിക്കുന്നത്. പക്ഷേ വല്ലപ്പോഴും ഉണ്ടാവുന്ന ഇത്തരം വിവാദങ്ങളിലൂടെ അത്തരം പുസ്തകങ്ങളിലേക്ക് വായനക്കാരുടെ മനസ്സെത്തും. ഇപ്പോൾ ഈ വോട്ടെടുപ്പ് നിമിഷങ്ങളിൽ EP ജയരാജന്റെ DC ബുക്സ് വഴി പുറത്തിറങ്ങാനിരിക്കുന്ന പുസ്തകത്തിന്റെ മിനുക്ക് പണികൾ അവസാന ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പുറത്തു വന്നിരിക്കുന്ന ആ വിവരങ്ങൾ വയനാട്ടിലെ വോട്ടർമാരിലേക്ക് എത്താനിപ്പോൾ സാധ്യതയുണ്ടോ? അവിടെയുള്ള വോട്ടർമാരുടെ ആരുടെങ്കിലും ഇക്കാര്യം ചോദിക്കുകയുണ്ടായോ? അതിനുള്ള ഉത്തരം പറയുകയുണ്ടായോ റിയാസ് KM? ഏതായാലും വയനാട്ടിലെ വോട്ടെടുപ്പിനെ അത് വലിയ തോതിൽ സ്വാധീനിക്കുമെന്ന് തോന്നുന്നില്ല. അത് EP-യുടെ ആ ഒരു പുസ്തകം തുറന്നു വിട്ട ആ ഒരു വിവാദം അത് പാലക്കാടും ചേലക്കരയിലുമായിരിക്കും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് അല്പം കഴിഞ്ഞ് വയനാട്ടിലെ വോട്ടർമാരുടെ ഒരു പ്രതികരണം തേടാം എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ പോളിംഗ് നടക്കുന്ന ഒരിടത്ത് നിന്നുകൊണ്ട് EP ജയരാജൻ എന്നോ അതേപോലെ തന്നെ ഈ പുസ്തകം എന്നോ കട്ടൻ ചായ എന്നോ പരിപ്പുവട എന്നോ പറയുന്നത് തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിന്റെ എത്തിക്സിനെ ബാധിക്കുന്നതാണ് എന്നറിയാവുന്നതുകൊണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ പമ്മിയാണ് റിയാസ് KM പറഞ്ഞത്. നമ്മൾ വയനാട്ടിലേക്കും ചേലക്കരയിലേക്കും പോകുന്നു. അവിടെ ഭേദപ്പെട്ട പോളിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചേലക്കരയുടെ പോളിംഗിനെ കുറിച്ച് കൂടി അറിയേണ്ടതുണ്ട്. ആദ്യ മണിക്കൂറിൽ ഭേദപ്പെട്ട പോളിംഗ് ആണ്. വയനാട് മണ്ഡലത്തിലെ പല പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര ഇപ്പോൾ തന്നെയുണ്ട്. ചേലക്കര മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി UR പ്രദീപും NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണനും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ സമഗ്രമായ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ തൊട്ടുമുമ്പ് വയനാട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി റിയാസ് KM സംസാരിച്ചത്. ഇപ്പോൾ ചേലക്കരയിൽ നിന്ന് മേഘ്ന മുരളി ചേരുന്നു. മേഘ്ന, എന്താണ് ചേലക്കരയിൽ ഇപ്പോഴത്തെ ഈ പോളിംഗ് ശതമാന കണക്കുകൾ വ്യക്തമാക്കുമ്പോൾ ഒപ്പം തന്നെ അവിടെ വന്നിരിക്കുന്ന വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കൂട്ടം വലിയ നിരകളായി ഇപ്പോഴും തുടരുന്നുണ്ടോ? MS ചേലക്കരയിൽ അത് അവരുടെ ചേലക്കര മണ്ഡലത്തിൻ്റെ പ്രത്യേകത പോലെ തന്നെ അവർ വോട്ട് ചെയ്യാനും ജനങ്ങൾ വോട്ട് ചെയ്യാനും ഒരു നീണ്ട നിരയായി വിവിധ പോളിംഗ് ബൂത്തുകളിൽ എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും 200 അധികം ആൾക്കാർ
ക്യൂ നിന്നുകൊണ്ട് വോട്ട് ചെയ്യുന്ന ഒരു ദൃശ്യമാണ് ചേലക്കരയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അതിൽ എല്ലാ പോളിംഗ് ബൂത്തുകളിലും തിരക്കുണ്ട്. അത് ജനങ്ങളുടെ പ്രതികരണം എടുക്കുമ്പോഴും ജനങ്ങൾ സംസാരിക്കുന്നത് രാവിലെ തന്നെ വോട്ട് ചെയ്ത് തിരിച്ചു പോവുക, ഇനി വോട്ടിംഗ് മെഷീൻ്റെ തകരാറുകളടക്കം പല തിരഞ്ഞെടുപ്പുകളിലും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാങ്കേതിക തകരാറിലൊക്കെ അടക്കം കടക്കുന്നതിന് മുന്നേ തന്നെ വോട്ട് ചെയ്ത് തിരിച്ചു പോവുക എന്നുള്ളതാണ് പ്രധാനമായും ജനങ്ങൾ അവിടുത്തെ ആൾക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. അങ്ങനെ രാവിലെ തന്നെ 7 മണി മുതൽ തന്നെ പല ബൂത്തുകളിലും ക്യൂ കാണാനുണ്ട്, നീണ്ട നിര കാണാനുണ്ട്. അതിപ്പോഴും തുടരുകയാണ്. മണ്ഡലത്തിൽ 180 പോളിംഗ് ബൂത്തുകളാണുള്ളത്. 180 പോളിംഗ് ബൂത്തുകളിലായി 2 ലക്ഷത്തിലധികം ആൾക്കാർ വോട്ട് ചെയ്യാനുണ്ട്. അതിൽ ഒരു മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത പോലെ തന്നെ ഒരു കൃത്യമായ രാഷ്ട്രീയം സംസാരിക്കുന്ന, രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന, അങ്ങനെ തന്നെ ചർച്ചയായിട്ടുള്ളൊരു മണ്ഡലമാണ് ചേലക്കര. അതുകൊണ്ട് ആ ഒരു പോരാട്ട ചൂട്, രാഷ്ട്രീയ ചൂട് കാണാനുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് തന്നെയാണ്. പോളിംഗ് ശതമാനം ഉയർന്നു തന്നെ നിൽക്കുന്നു, ഭേദപ്പെട്ട രീതിയിൽ തന്നെ നിൽക്കുന്നു. ഇപ്പോൾ 14% പോളിംഗ് ശതമാനം എത്തി നിൽക്കുന്നത്. അതിൽ വിവിധ മണ്ഡലങ്ങളെ സൂചിപ്പിക്കുകയാണെങ്കിൽ ചേലക്കര, ദേശമംഗലം, കൊണ്ടാഴി, മുള്ളൂർക്കഴ, പാഞ്ഞാൾ, പഴയന്നൂർ, തിരുവില്ലാമല, വള്ളത്തോൾ നഗർ, വരവൂർ, ഈ മണ്ഡലങ്ങളിലെല്ലാം 14, 12, 13% പോളിംഗ് ശതമാനം നിലനിൽക്കുന്നത്. അതിൽ സ്ഥാനാർത്ഥികളായിട്ടുള്ള LDF സ്ഥാനാർത്ഥി UR പ്രദീപ് കുമാർ, NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണൻ, കൂടാതെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. രമ്യ ഹരിദാസിന് മണ്ഡലത്തിൽ വോട്ടില്ല, ആലത്തൂർ മണ്ഡലത്തിനാണ് വോട്ട്. കൂടാതെ UR പ്രദീപ് അടക്കമുള്ള NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണൻ അടക്കമുള്ള ആൾക്കാർ ഈ നേരത്തെ തന്നെ രാവിലെ 7 മണിക്ക് തന്നെ മണ്ഡലത്തിൽ പോളിംഗ് ബൂത്തിൽ എത്തുകയും വോട്ട് രേഖപ്പെടുത്തി തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. K ബാലകൃഷ്ണൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് തിരുവില്ലാമലയാണ്. തിരുവില്ലാമല എന്ന് പറയുന്നത് BJPക്ക് വലിയ ശക്തി കേന്ദ്രമായിട്ടുള്ള, അല്ലെങ്കിൽ NDAക്ക് വലിയ തരത്തിൽ വോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലം കൂടിയാണ് തിരുവില്ലാമല. അവിടെ പഞ്ചായത്ത് മെമ്പറായി അടക്കം K ബാലകൃഷ്ണൻ NDA സ്ഥാനാർത്ഥി മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെയായിരുന്നു, പാമ്പാടി സ്കൂളിലായിരുന്നു K ബാലകൃഷ്ണൻ വോട്ട് ചെയ്യാനുണ്ടായിരുന്നത്. വോട്ട് ചെയ്ത് പുറത്തിറങ്ങുമ്പോഴടക്കം K ബാലകൃഷ്ണൻ പ്രതികരിക്കുന്നതും വലിയ തരത്തിൽ വോട്ട് ശതമാനം BJPയും NDAയും ഉയർത്തുമെന്നുള്ളതാണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിലും NDAക്ക് വലിയ തരത്തിൽ വോട്ട് ശതമാനം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ വോട്ട് ഉയർത്തിയ ഒരു സാഹചര്യം, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് BJPയുടെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. അതിപ്പോഴും ഇത്തവണയും ഉണ്ടാകും, ഒരു അട്ടിമറി വിജയം ഉണ്ടാകും. മറ്റൊരു തൃശ്ശൂരായി ചേലക്കര മാറുമെന്നുള്ളതാണ് K ബാലകൃഷ്ണൻ്റെ ഒരു പ്രതികരണമായി വരുന്നത്. അതായത് തികഞ്ഞ വിജയ പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ UR പ്രദീപിനെ സംബന്ധിച്ചിടത്തോളം UR പ്രദീപ് മണ്ഡലത്തിലെ എല്ലാവരുടെയും പേരെടുത്ത് വിളിക്കാൻ തക്കവണ്ണം പരിചയസമ്പന്നനായിട്ടുള്ള, അല്ലെങ്കിൽ അത്രയേറെ മണ്ഡലത്തിൽ പരിചയമുള്ള സ്ഥാനാർത്ഥിയാണ് UR പ്രദീപ്. അദ്ദേഹവും രാവിലെ തന്നെ വോട്ട് ചെയ്തിറങ്ങിയപ്പോൾ ഒരു വലിയ തരത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ആ ഒരു മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം പോലെ തന്നെ മണ്ഡലം നിലനിർത്തും, LDF നിലനിർത്തും എന്നുള്ളതാണ് പ്രദീപ് കുമാറിൻ്റെ ഒരു പ്രതികരണമായി വരുന്നത്. കൂടാതെ മറ്റ് വിഷയങ്ങളെക്കുറിച്ചൊന്നും പ്രദീപ് കുമാർ പ്രതികരിക്കുകയും ചെയ്തിട്ടില്ല. അതായത് EP ജയരാജൻ്റെ ഈ ആത്മഹത്യ അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതികരണം നടത്തുകയും ചെയ്തിട്ടില്ല. അതിൽ പറഞ്ഞിരിക്കുന്നത് മറ്റ് നേതാക്കൾ, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ അതിൽ പ്രതികരിക്കുമെന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു ആവേശച്ചൂട് അല്ലെങ്കിൽ മത്സരച്ചൂട് എത്രത്തോളം ഉണ്ടായിരുന്നു കഴിഞ്ഞ 27 ദിവസങ്ങളായി ചേലക്കര മണ്ഡലത്തിലുണ്ടായിട്ടുള്ള വിവാദ വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ പ്രതിഫലിക്കുന്ന രീതിയിൽ ആ ആവേശമൊക്കെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത്തവണ ആ ഒരു പോളിംഗ് ശതമാനം ഈ ഒരു സമയമാകുമ്പോഴേക്ക് തന്നെ ഉയർന്നു നിൽക്കുന്നത് എന്ന് പറയണം. കാരണം മണ്ഡലത്തിലെ സാധാരണക്കാരായ ജനങ്ങളോട്, അല്ലെങ്കിൽ താഴെ തട്ടിൽ ഇറങ്ങി ചോദിക്കുമ്പോൾ അവിടെ ഒരു മത്സരമുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി, അതായത് നേരത്തെ ഒന്നും മണ്ഡലത്തിൽ ഇല്ലാത്ത തക്കവണ്ണം ഒരു ഇഞ്ചോടിഞ്ച് മത്സരം UDFും LDFും തമ്മിലുണ്ട് എന്നുള്ളത് തന്നെയാണ് അവിടെ പ്രാദേശിക തലത്തിൽ വരെയുള്ള അഭിപ്രായം എന്ന് പറയുന്നത്. പക്ഷേ മണ്ഡലത്തിൻ്റെ ചരിത്രം അങ്ങനെയല്ല. 96 മുതൽ ചേലക്കരയിൽ LDF സ്ഥാനാർത്ഥി അല്ലെങ്കിൽ K രാധാകൃഷ്ണൻ ഉള്ളംകൈയിൽ വെച്ചുകൊണ്ട് നടന്നൊരു മണ്ഡലമാണ്. ഇടതുപക്ഷം അത് ഈസി വാക്കോവർ എന്ന് പറയാൻ തക്കവണ്ണം, അല്ലെങ്കിൽ എളുപ്പത്തിൽ വിജയിച്ചു പോകാൻ പറ്റുന്ന ഒരു സേഫ് മണ്ഡലമായി, A+ മണ്ഡലമായി LDF കാണുന്ന ഒരു മണ്ഡലമാണ് ചേലക്കര. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു ഗതി മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ രമ്യ ഹരിദാസിന് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊരു രീതിയിൽ, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു മത്സര ചിത്രം മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവിടെ ആര് വിജയിക്കും, അതായത് LDF വിജയിക്കുകയാണെങ്കിലും ഒരു ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ളത് തന്നെയാണ് LDF ക്യാമ്പടക്കം വിചാരിക്കുകയും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതീക്ഷകളാണ് ഉള്ളത്. എന്തായാലും
എന്തായാലും അതിൽ കൂടാതെ UDF-നെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള KPCC പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുണ്ട്. LDF-നെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ വിവിധ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നു. അത് ചേലക്കര പിടിക്കാമെന്നുള്ളത് മറ്റു ചിലരുടെ വ്യാമോഹമാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പലയിടത്തും പ്രതികരിച്ചിട്ടുള്ളത്. അങ്ങനെ മത്സരം ശക്തമായിരുന്നു, വിവാദ വിഷയങ്ങൾ ശക്തമായിരുന്നു. സമ്മേളനങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. മേഘ്നയിലേക്ക് തിരികെ വരാം. ഡി ബിനോയ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. ഡി ബിനോയിലേക്ക് പോകുന്നു.